നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീഡനക്കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ സംഭവം. ഈ സംഭവത്തിൽ പ്രതികരണവുമായി വടകര MP ഷാഫി പറമ്പിൽ. രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ലെന്നും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുമായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ മറ്റൊരു കാര്യം, ഈ മൂന്നാമത്തെ പരാതിക്കാരി വടകരയിലെ ഒരു ഫ്ലാറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ക്ഷണിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വടകരയിലെ രാഹുലിന് ഫ്ലാറ്റ് ഉള്ളതായി അറിവില്ല എന്നാണ് മറ്റ് പ്രതികരണങ്ങൾ. അപ്പോൾ ആ വടകരയിലെ ഫ്ലാറ്റ് ആരുടേതാണ് എന്ന ചോദ്യത്തിന് വടകര MP മറുപടി പറയണമെന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. വടകരയിലെ ഫ്ലാറ്റിനെ കുറിച്ച് പരാതിക്കാരി ഉന്നയിച്ച പരാമർശങ്ങൾക്കും ഷാഫിക്ക് മറുപടിയുണ്ട്. മറുപടി ഇപ്രകാരമാണ്: അതിൽ താൻ മറുപടി പറയേണ്ട കാര്യമില്ല. തൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വടകരയിൽ തനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പിന്നെ എന്തിന് താൻ മറുപടി പറയണമെന്നായിരുന്നു ഷാഫിയുടെ മറുചോദ്യം. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പാർട്ടിയുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി. രാഹുലിനെ സസ്പെൻഡ് ചെയ്തതിലൂടെ കോൺഗ്രസ് അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത വിധം വ്യക്തതയുള്ള നിലപാടാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എടുത്തതെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിച്ചു. രാഹുലുമായി മുൻപുണ്ടായിരുന്ന സൗഹൃദം പാർട്ടി നടപടികൾക്ക് തടസ്സമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റ് ചെയ്തെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ. നിയമപരമായ നടപടികൾക്ക് ഷീൽഡുമായി ഞങ്ങളാരും ഇറങ്ങി നിന്നിട്ടില്ല. പാർട്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. രാജിയെ സംബന്ധിച്ചും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമെല്ലാം നിലപാട് വ്യക്തമാക്കിയതാണ്. അതിൻ്റെ മേലെ ഒരു അഭിപ്രായവും പറയേണ്ടതില്ല എന്നാണ് ഷാഫി പറമ്പിലിൻ്റെ നിലപാട്. മാത്രമല്ല, എപ്പോഴും കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായവരെ പാർട്ടിയൊന്നും അവർക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ആ കാര്യം എപ്പോഴും കോൺഗ്രസ് പ്രതിരോധമായി ഉയർത്തുന്നുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവർ CPM ഉന്നത പദവികളിലും നിയമസഭയിലും തുടരുന്നത് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ ജയിലിലും പാർട്ടിയിലും ഒരേ സമയം തുടരുകയാണ്. അത്തരം ആളുകൾ കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരേണ്ടതില്ലെന്നും പറയത്തിലെ പൊതുജനങ്ങൾക്ക് കോൺഗ്രസിന്റെ നിലപാടിൽ ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്നും സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ എന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. നീതി കിട്ടേണ്ടവർക്ക് അത് കിട്ടണം എന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മാത്രമല്ല, താനും രാഹുലും തമ്മിൽ സൗഹൃദമുണ്ട്. താനുമായുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആ സൗഹൃദം ഒരിക്കലും പാർട്ടി നടപടികൾക്ക് ഒരു തടസ്സമായി മാറിയിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ മറ്റാരും സ്വീകരിക്കാത്ത രീതിയിൽ ക്ലാരിറ്റിയുള്ള നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഗുരുതരമായ കുറ്റകൃത്യത്തിൽപ്പെട്ട ആളുകൾ ജയിലിലും പാർട്ടിയിലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ ജയിലിലും പാർട്ടിയിലും തുടരുന്നു. മറ്റ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ നിയമസഭയിലും പാർട്ടിയിലും തുടരുകയാണ്. ഒരു നടപടിയും അവരാരും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഉപദേശം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം P സരിൻ അതുപോലെ DYFI അടക്കമുള്ളവർ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ ഒളിയമ്പുമായായിരുന്നു P സരിൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. രാഹുൽ വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞുവെന്നും അങ്ങോട്ട് ചെല്ലണമെന്നും ആവശ്യപ്പെട്ടുവെന്നും മൂന്നാം ബലാത്സംഗ കേസിൽ രജിസ്റ്റർ ചെയ്ത FIRൽ പറയുന്നു. വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലാറ്റ് ഉള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ എന്നും സ്ഥലം MPയോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാലും മതിയെന്നായിരുന്നു P സരിൻ പങ്കുവച്ച Facebook പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. സരിൻ്റെ Facebook പോസ്റ്റ് ഇപ്രകാരമാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ FIR മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വായിക്കുകയായിരുന്നു. പരാതിയുടെ 5-ാം പേജിൽ ആവലാതിക്കാരി പറയുന്നത് ഇങ്ങനെയാണ്: വടകരയിൽ ഫ്ലാറ്റുണ്ടെന്നും മറ്റൊരു ദിവസം വടകരയിലേക്ക് ചെല്ലണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലാറ്റ് ഉള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ? സ്ഥലം MPയോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാലും മതി. ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ വരുന്നത് പോലീസായിരിക്കും. കേരള പോലീസ് എന്നായിരുന്നു P സരിൻ കുറിച്ചത്. വടകരയിലെ ഫ്ലാറ്റ് വിഷയത്തിൽ DYFI പ്രതികരിച്ചിരുന്നു. വടകരയിൽ ഫ്ലാറ്റ് ഉള്ളത് ആർക്കാണെന്നും ആ വഴി ഗൗരവമായ അന്വേഷണം നടക്കണമെന്നും പെൺകുട്ടികളെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുക, ക്രൂരമായി ബലാത്സംഗം ചെയ്യുക, ഗർഭചിത്രം നടത്തുക, അതിനുള്ള പണം ദുരന്ത ബാധിതർക്കുള്ള ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കുക തുടങ്ങിയ എത്രമാത്രം ഹീനമായ കാര്യമാണ് ചെയ്യുന്നതെന്നും VK സനോജ് ചോദിച്ചു. ഇതിനെല്ലാം കോൺഗ്രസ് നേതൃത്വം കൂട്ടുനിൽക്കുന്നുവെന്നും VK സനോജിന്റെ വിമർശനം.
എന്തായാലും മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ റിമാൻഡിലാണ്. രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുലിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള പ്രൊഡക്ഷൻ വാറന്റും തിരുവല്ല മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചു. ലൈംഗിക അതിക്രമം നടന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കണം. രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തണം. പണമിടപാടുകൾ കൂടുതൽ വിവരങ്ങൾ തേടണം. വിശദമായുള്ള ചോദ്യം ചെയ്യൽ തുടരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചെയ്യാവുന്നതെല്ലാം പാർട്ടി ചെയ്തിട്ടുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ധാർമ്മിക ശോഷണം ഉണ്ടായിട്ടില്ല. സംഘടന എന്ന നിലയിൽ എല്ലാം കൃത്യമായി നിറവേറ്റുകയും ചെയ്തു. ഇനി പാർട്ടി പ്രിവിലേജ് രാഹുലിനില്ല. രാഹുലാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടത്. ആരോപണ വിധേയനായ ഇടത് MLA മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്നുണ്ട്. എന്നിട്ടാണ് കോൺഗ്രസിന് CPM ധാർമ്മികത ക്ലാസ് എടുക്കുന്നത്. ഇനി ആ ക്ലാസ് കോൺഗ്രസിന് വേണ്ട എന്നും OJ ജനീഷിന്റെ പ്രതികരണം. എന്തായാലും നിർണായകമായ ഒരു ഘട്ടത്തിൽ കേസ് എത്തി നിൽക്കുന്നു. ഈ ഒരു ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണമൊക്കെ ഏറെ ശ്രദ്ധേയമായി മാറുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഇത്രയധികം ആരോപണങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, പാർട്ടി പുറത്താക്കുന്നു, പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് കോൺഗ്രസ് കൈയൊഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. MLA സ്ഥാനം രാജിവെക്കുമോ? അതിനുള്ള സമ്മർദ്ദങ്ങൾ ശക്തമാകുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ എന്താണ് ഒരു നിലപാട് എന്നതടക്കമുള്ള ചോദ്യമൊക്കെ വലിയൊരു ചോദ്യമായി, ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. എന്തായാലും ഇന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും, വാദം നടക്കും. അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടാവുക. നിർണായകമായ മണിക്കൂറുകളിലേക്കാണ് കടക്കുന്നത്. തീർച്ചയായിട്ടും മൂന്നാമത്തെ ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. മറ്റ് 2 പരാതികളും നോട്ട് ടു അറസ്റ്റ് ആയിരുന്നു. പക്ഷേ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ വീഴുകയായിരുന്നു. എന്തായാലും കസ്റ്റഡി അപേക്ഷ ചോദിക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള ആവശ്യം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള കഴിഞ്ഞ ദിവസം അത് എടുത്തില്ല. അതായത് ആ ഒരു കേസുമേ വാദം നടത്തിയിരുന്നില്ല. എന്തായാലും ഇന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വാദത്തിന് ശേഷം ഒരു നിർണായകമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ തന്നെയാണ് സാധ്യത. കൂടുതൽ തെളിവെടുപ്പ്, ചോദ്യം ചെയ്യലൊക്കെ ആവശ്യമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും കസ്റ്റഡി അപേക്ഷ എന്ന ആവശ്യം കോടതി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ജാമ്യത്തിനായുള്ള ശ്രമവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. തൻ്റെ ഭാഗത്ത് തെളിവുണ്ട്, താൻ പുറത്തു വരും എന്നതടക്കമുള്ള വാദങ്ങൾ രാഹുൽ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.